പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വാട്സപ്പ് ഉണ്ടായിരിക്കും. വാട്സപ്പ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്റ്റേറ്റസ് വല്ലപ്പോഴെങ്കിലും സ്റ്റേറ്റസ് ഒക്കെ ഇടും അല്ലേ? അപ്പൊ അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തു, ഉദാഹരണത്തിന് ഒരു വീഡിയോ എടുത്തിട്ട് അതിന്റെ ആവശ്യമില്ലാത്ത ആദ്യത്തെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയണം. ലാസ്റ്റിൽ കട്ട് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. ഇടയ്ക്കെങ്ങാനും കട്ട് ചെയ്യണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളത് വീഡിയോ സ്റ്റാറ്റസിൽ ഇടുക അല്ലേ? അപ്പൊ അങ്ങനെ ഇടാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ എഡിറ്റർ പരിചയപ്പെടുത്തി തരാം. നല്ല അടിപൊളി ഒരു വീഡിയോ എഡിറ്ററാണ്. അതായത് അതിലൊരു വാട്ടർമാർക്ക് ഇല്ല, അതുപോലെ തന്നെ പൈസ ചെലവില്ല. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സ്റ്റാർ റേറ്റ് എന്ന് പറയുന്നത് 4.6 ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് VN ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ന്യൂ പ്രൊജക്ട് എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് വീഡിയോ ആണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ വീഡിയോ ഇതുകൊണ്ട് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ നെക്സ്റ്റ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം, ഇതിപ്പം ഈ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഭാഗം, ഈ അരമാർക്ക് കാണിച്ചെങ്കിൽ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കളയണം നമുക്ക്. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് എന്താ സിമ്പിൾ അല്ലേ, സ്പ്ലിറ്റ് എന്നുള്ള ഇവിടോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് വേണ്ടാത്തത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിലീറ്റ് എന്നുള്ളതിലോട്ട് ടച്ച് ചെയ്ത് ഇതങ്ങ് ഡിലീറ്റ് ആയി. ഓക്കെ, അതേസമയം ഇനി ഈ ഡിലീറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കൂടിപ്പോയി, അതപ്പം നമ്മൾ അത്രയും കട്ട് ചെയ്യണ്ട നമുക്ക്. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെയായിട്ട് ഒരു ഐക്കോൺ കാണുന്നുണ്ട്, ഈ ഒരു ഐക്കോണിലോട്ട് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കട്ട് ചെയ്ത് അതും മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഒന്നുകൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ആ കട്ട് ചെയ്ത് അതങ്ങ് മാറും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള അത്രയും മാത്രം വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും മതി കട്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടോട്ട് വെച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് ഇതേമാതിരി തന്നെ സ്പ്ലിറ്റ് എന്നുള്ളതിലോട്ട് ടച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇത് കണ്ടല്ലേ, ഇപ്പൊ ഇത്രയും ഭാഗം മാത്രം, ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ഇനിയിപ്പോ ലാസ്റ്റില് ഇപ്പൊ വീഡിയോയുടെ എൻഡ് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കട്ട് ചെയ്യാനായിട്ട് ഭാഗമില്ല, എന്നാലും നിങ്ങളെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ലാസ്റ്റ് ഇവിടെയായിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇവിടെ തൊട്ട് നമ്മൾ റൈറ്റിലോട്ടുള്ള ഭാഗം നമുക്ക് വേണ്ട, ഈ ഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് എന്നുള്ളതിലോട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് അത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ, ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇത്ര ഭാഗം ആയിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് സേവ് ചെയ്തെടുത്താൽ മതി. ഇതേമാതിരി സിമ്പിൾ ആയിട്ട് തന്നെ ഈ VN വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതപ്പം കുറച്ച് നമ്മൾ ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ്, ഇത് കട്ട് ചെയ്യാനും ഇതിനൊന്നും ഒരു പ്രാക്ടീസും വേണ്ട. സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ ഈ കാണിച്ച ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് വേണ്ട സ്വഭാവം കട്ട് ചെയ്തെടുത്ത് ദൂരെ കളയാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് വേണേലും ലാസ്റ്റ് വേണേലും ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ട് വീഡിയോ ഇതുകൊണ്ട് വാട്സപ്പിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് യൂട്യൂബിൽ ഉപയോഗിക്കാനും ഇത് നല്ലൊരു വീഡിയോ എഡിറ്റർ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഉപയോഗിക്കുക. പൈസ ചിലവൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഞാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.